ഓ ചേട്ടത് എവിടെ പോയി കിടക്കായിരുന്നു? കൊല്ലംകോട്ട സഹദേവൻ ഒരു ഫൈൻ്റെ അങ്ങോട്ട് മേടിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വട്ടം വെട്ടി. പുരുഷേട്ടാ സമയം എത്രയെന്ന് അറിയാമോ? 4 മണിയാകുമ്പോ കോയമ്പത്തൂർ എത്താനുള്ളതാ. ആടാ പുരുഷനാടാ, എനിക്ക് സംശയം വേണ്ട. കൊല്ലംകോട്ടെ ഒരേ ഒരു പുരുഷൻ ഞാനെൻ്റെ. നിനക്ക് സംശയം വേണ്ട കാണണ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. എൻ്റെ ലൈസൻസ് കാണിച്ചാടാ. പുരുഷനാരും കീറുമാറ്റാൻ പഠിപ്പിക്കണ്ട. 25-ാം വയസ്സിൽ തുടങ്ങിയതായ പുരുഷൻ. ഭാരതത്തിലെ വഴി മുഴുവൻ എൻ്റെ ഈ കാലം കൊണ്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അറിയോ നിനക്ക്? ഓ പിന്നെ ആ വണ്ടി എടുക്കടാ. കോയമ്പത്തൂർക്ക് ഏത് വഴിയാടാ പോണേ? കുതിരാൻ ചെയ്തിട്ട് ഉക്കട വഴിയോട് പോവാം. ഉക്കടം വഴിയാ? നിനക്ക് എന്ത് കുന്തറയാടാ? ഹൈ ചേട്ടൻ അനങ്ങാണ്ടിരിക്കി. നീ എന്നെ ഉണ്ടാക്കും. 25-ാം വയസ്സിലെ പഞ്ചാബിലേക്ക് ലോഡ് ഉണ്ടായനായി പുരുഷൻ. അന്ന് നീ ജനിച്ചിട്ടുള്ളതാ. എന്റെ അമ്മൂ പണി പാടിയാട്ടാ. വിട്ടാ ഈ ഒന്നും നോക്കണ്ട, വണ്ടി എടുത്ത പോട്ടറാ. ഫോൺ പാറ്റേൺ ലോക്കാ. പേഴ്സിലാണെങ്കിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. ഹലോ, നിങ്ങളെവിടുന്നാ? നിങ്ങൾ ഈ ആളെ അറിയോ? ആളുടെ വീട്ടിലെ ഫോൺ നമ്പറും തരാമോ? ഓക്കെ ജെയിംസ് ചേട്ടാ, ഈ നമ്പർ ഒന്ന് എഴുതിക്കോ. ഇപ്പൊ കൊടുക്കാട്ടോ ചേട്ടായി. ദേ ഫോൺ. ഹലോ ഹലോ ഹലോ. ചേട്ടൻ പേടിക്കരുത്. ചേട്ടൻ്റെ മോന് ചെറിയ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. ചേട്ടൻ പെട്ടെന്ന് വരുമോ? പശുവിനെ വിൽക്കാനെന്ന് പറഞ്ഞോരാ, പോയി ആ പൈസ എടുത്തുണ്ടോ നീ? ഹലോ, നമ്മുടെ പാർട്ടിക്കുട്ടിനെ വണ്ടി തട്ടിയത്. ഞാൻ എന്ത് കേൾക്കുന്നേ? നീ ഇപ്പൊ എവിടെയാ? ചേട്ടായി, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലപ്പാട്ട് സേവരാണെങ്കിൽ 4 അളക്കാന്ന് പറ. ഞാൻ പോവാണ്, അത്യാവശ്യമാണ്. ഒബ്സർവേഷനിലാണ്. ഡോക്ടറെ പോയി കണ്ടോളൂ കേട്ടോ. ആയിരിക്കോ? പേരെന്താ? റാച്ചൻ. അല്പം ക്രിട്ടിക്കലാ. തലയ്ക്കാണ് പറ്റിയതാണെന്ന് അറിയാലോ. ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് ട്രോമ കെയർ ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. അവിടേക്കുള്ള ആംബുലൻസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല കേട്ടോ, എല്ലാം ശരിയാവും. ഇവിടെ ഇപ്പോൾ അതിനുള്ള സൗകര്യം ഈ ഹോസ്പിറ്റലിന് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ശരി, സങ്കടപ്പെടണ്ട കേട്ടാ. ഹലോ ചേട്ടായി, നിങ്ങൾ എറണാകുളത്തേക്ക് വന്നാൽ മതി. ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാനാ പറഞ്ഞേക്കണേ. ഇങ്ങോട്ട് വന്ന് കയറിയപ്പോഴേക്ക് ഇത്രയായോ? ഓരോ സർവീസിന്റെയും പർട്ടിക്കുലർ ബില്ല് ആഡ് ചെയ്തിട്ടുണ്ട് സാർ. ഇത്തിരി കടുപ്പം തന്നെ കേട്ടോ. അതെ, കാശാണേ, സ്വന്തം കമ്മട്ടൊന്നും ഇല്ല. ഇത്തിരി മനസാക്ഷിയൊക്കെ ആവാട്ടോ. ഹലോ, ഒരു മിനിറ്റ്. ബില്ലടയ്ക്കാൻ പൈസ തയ്യില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ആരാ ആരാ മനസ്സിലായില്ല. ഞാൻ ക്രിമിനൽ ലോയർ ജോസഫ് പെരിവിളയുടെ ജൂനിയർ. ഇൻഷുറൻസ് ക്ലെയിമിങ്ങിന് സാർ എക്സ്പെർട്ടാണ്. ഇപ്പം ആവശ്യമുള്ള പണം ഞങ്ങൾ തന്ന് സഹായിക്കുന്നു. ക്ലെയിമിന്റെ കാര്യം ഞങ്ങൾ ശരിയാക്കിക്കോളാം. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ സഹായിക്കാം. വേറെ ആസ്പത്രിയിലേക്ക് മാറ്റാണ്. നിങ്ങൾ അങ്ങോട്ട് വരോ? എന്താ സംശയം? നിങ്ങൾ സഹായിക്കുക എന്നാണ് ഞങ്ങളുടെ കടമ. നമുക്ക് സഹകരിച്ച് മുമ്പോട്ട് പോവാം.
ഡോക്ടർ മാത്യുസ. പേഷ്യന്റിനെ വിട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിലെത്തും. പിന്നെ ഓപ്പറേഷൻ ആരും മറക്കണ്ട, നമ്മുടെ ആരെയൊക്കെ പറഞ്ഞ പോലെ. സർജറിക്കുള്ള 2 ലക്ഷം രൂപ അഡ്വാൻസ് അടയ്ക്കണം. പിന്നെ താങ്കളുടെ സമ്മതപത്രം ഒപ്പിട്ട് തരണം. ഇത്രയും കാശോ? എന്റെ കയ്യിലില്ല. ഒരു 10 മിനിറ്റ് ചേട്ടായി വന്നുകൊണ്ടിരിക്കാണ്. കൃത്യസമയത്ത് പേഷ്യന്റിന് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് നിങ്ങൾ അനാവശ്യമായിട്ട് നീട്ടരുത്. എന്താടാ നമ്മുടെ കൊച്ചിന് പറ്റിയത്? ചേട്ടായി ഏതോ പേപ്പറിൽ ഒപ്പിട, പിന്നെ പൈസ അടയ്ക്കണം പറയാം. ഡോക്ടറെ, ഞങ്ങളുടെ കൊച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഹെഡ് ഇഞ്ചുറി ആണ്, ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട്. സർജറി ഉടൻ നടത്തണം. ഒരാളും ഇങ്ങോട്ട് വന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇടം വല്ല നോക്കാതെ സർജറി നടത്തി കാശ് മേടിച്ചെടുക്കാൻ നിങ്ങൾക്കൊക്കെ ധൃതിയല്ലേ? ഇത് അങ്ങോട്ട് ഒപ്പിട്ട് വാങ്ങിയാ പിന്നെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കൊക്കെ കൈയഴുവാലോ. എന്റെ കൂടെ പറപ്പാ, പാടത്തും പറമ്പിലും പണിയെടുത്തും പശുവിനെ വളർത്തിയും ജീവിക്കുന്നവനാ. അവന് ആകെയുള്ള ചെക്കനാ. അവന്റെ തലയിൽ സർജറി നടത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. തൊലിപ്പുറത്ത് സൂചിയും വെക്കണം 4 പെണ്ണുങ്ങളെയും വെച്ചോണ്ട് ആശുപത്രി എന്ന് പറഞ്ഞ് ബോർഡും വെച്ചോണ്ട് ഇരിക്കുക. ഇതിലും ഭേദം നിങ്ങൾക്കൊക്കെ വല്ല കശാപ്പ് പണി നിങ്ങക്ക് ചെയ്തൂടെ? മിസ്റ്റർ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാനെന്ത് മര്യാദയുടെ പറഞ്ഞു? ഓക്കെ. നിങ്ങൾക്ക് റൂം വേണോ അതോ വാർഡ് വേണോ? അല്ല, റൂമായാലും വാർഡായാലും ഓപ്പറേഷൻ വല്ല വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ബില്ല് വരുമ്പോഴേ ആകെ മൊത്തം നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് മെഡിക്ലെയിം ഇല്ലെന്നല്ലേ പറഞ്ഞത്? ക്ലെയിം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതില്ലാത്തതൊക്കെ ബില്ല് കയറ്റായിരുന്നു അല്ലേ? മിസ്റ്റർ, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. സീൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ഏത് പോലീസിനെ വിളിച്ചാലും ഞങ്ങളുടെ കൊച്ചിന്റെ സർജറി ഇവിടെ നടത്തണ്ട. ഞങ്ങളുടെ കൊച്ചിന്റെ ദേഹത്തോടെ ഒരുത്തൻ പണി പഠിക്കണ്ട. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാതെ ഇക്കാലത്ത് എന്തേലും ചെയ്യുന്നത് ബുദ്ധിയല്ല. ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് റിസ്ക് ആണ്. ഇനിയും സമയം കളയാതെ ബില്ലടയ്ക്കാൻ നോക്കിക്കൂടെ? ബില്ലടയ്ക്കാനാ? ഇജ്ജാത് വേഷം കിട്ടും അഭ്യാസം ഞങ്ങളുടെ അടുത്ത് വേണ്ട. വിളവർക്കല്ലേ ഒരു പന്തിക്കോട്ട് പോവില്ല. വാടാ. MBBS കൊണ്ടൊന്നും മെരുക്കാവുന്നതല്ല ഈ മുതലുകളെ. നമുക്കിത്തിരി തിടുക്കം കൂടിപ്പോയി. കുറേശ്ശെ ബില്ല് മേടിച്ചെടുത്താൽ മതിയായിരുന്നു. ഇതെങ്ങാൻ പുറത്തിറങ്ങിയ വലിയ പ്രശ്നമാവും. ലുക്ക്, നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് എനിക്കറിയില്ല. നേരിയ പരിക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. ദർ വാസ് നോ അബ്നോർമാലിറ്റി ഡിറ്റക്റ്റഡ്. അവരെ കുറ്റം പറയാൻ പറ്റുമോ? ചിലരെങ്കിലും വൈദ്യശാസ്ത്രത്തെ ഫിനാൻഷ്യൽ ഏണിങ്സിനായി ഉപയോഗിച്ചു തുടങ്ങി. അവർക്കും ചില ഹെവി ബർഡൻസ് ഉണ്ട്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റാഫുകളുടെ പേയ്മെന്റ്. സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ വെച്ചല്ലേ ഒരു ഹോസ്പിറ്റൽ നടത്താൻ പറ്റൂ. മന്ത്ലി ഒരു ടാർജറ്റ് അവർക്കുണ്ടാവും എന്ന് കരുതി എല്ലായിടത്തും അങ്ങനെയല്ല കേട്ടോ. വൈദ്യശാസ്ത്രം വിലയില്ലാത്ത ഗൗളി ശാസ്ത്രം പോലെയെന്ന് ചുരുക്കം. നെവർ. ട്രീറ്റ്മെന്റിനെ ദൈവത്തെ പോലെ കാണുന്ന ഇടങ്ങളാണ് കൂടുതലും. മാർട്ടി, ഉഷാറായില്ലേ? ആ, ഒരു 10 ദിവസം കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. ശരി ശരി സാർ. അപേക്ഷിച്ചവനെ ഉപേക്ഷിക്കാത്തവന്റെ തിരുനാമത്തിന് മഹത്വം. മാട്ടേ, നീ ഇവിടെ കിടന്നിട്ട് പതുങ്ങി പതുങ്ങി വന്ന കൊച്ചിനെ ഞാൻ കണ്ടിരുന്നു. ഞാനെല്ലാം ചോദിച്ചറിഞ്ഞു. നീ അവളെ മടത്തി ചേർക്കാൻ നിർത്തിയേക്കാണ്. അവളെ ഞങ്ങക്ക് കാണിച്ചു തരാനിപ്പം നിന്റെ വണ്ടി മുട്ടിയത്. ഞങ്ങൾ അടുത്ത ആഴ്ച അവിടെ വരെ ഒന്ന് പോണ്ട്.